KPCC അധ്യക്ഷൻ കെ സുധാകരനെ മാറ്റാനുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായി. മുമ്പ് സുധാകരനെ മാറ്റാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം വിസമ്മതം പ്രകടിപ്പിച്ചിരുന്നു. മാത്രമല്ല, താൻ MP സ്ഥാനം രാജിവെക്കുമെന്നുവരെ അദ്ദേഹം AICCയെയും ഹൈക്കമാൻഡിനെയും അറിയിച്ചതോടുകൂടി അവർ വിഷമവൃത്തത്തിലായി മാറി. സുധാകരനെയും വെച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും പണി കിട്ടുമെന്നുള്ളത് AICCയ്ക്കും ഹൈക്കമാൻഡിനും ബോധ്യമായി. അതുകൊണ്ട് തന്നെ കൃത്യമായി KPCC അധ്യക്ഷനെ മാറ്റാൻ അവർ തീരുമാനം എടുത്തിരിക്കുന്നു. ആ തീരുമാനം എടുത്തതിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെയും ചാനലുകളിലൂടെയും പ്രചരിക്കുന്നു. ആരാകും അടുത്ത KPCC അധ്യക്ഷൻ എന്ന ചോദ്യത്തിന് ഒരുത്തരം ഹൈക്കമാൻഡ് നൽകി കഴിഞ്ഞു. അടൂർ പ്രകാശിനെ KPCC അധ്യക്ഷനാക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നു. 2018 മുതൽ AICC അംഗമാണ് അദ്ദേഹം. 5 തവണ കോന്നിയിൽ നിന്ന് വിജയിക്കുകയും ചെയ്തു അദ്ദേഹം. 2 തവണ മന്ത്രിയായി അദ്ദേഹം. ഇപ്പോൾ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള MP ആണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജോയ് കനത്ത വെല്ലുവിളി ഉയർത്തിയിട്ടും അടൂർ പ്രകാശ് ജയിച്ചു കയറിയത് ശ്രദ്ധേയം. നല്ല മാനേജ്മെന്റ് വിദഗ്ധനാണ്, ബിസിനസ്സുകാരൻ കൂടിയായ അടൂർ പ്രകാശ്. അദ്ദേഹത്തിന് ബാറുകളുണ്ട്, അദ്ദേഹത്തിന് ഗൾഫിൽ ഒരുപാട് ബിസിനസ്സുണ്ട്. ആ ബിസിനസ്സുകളൊക്കെ നിയന്ത്രിക്കുന്ന അടൂർ പ്രകാശ് കോൺഗ്രസിന്റെ ഫണ്ട് മേക്കർ കൂടിയാണ്. അടൂർ പ്രകാശിനെ KPCC അധ്യക്ഷനാക്കിയാൽ കോൺഗ്രസുമായി ഇപ്പോൾ ഒരുപാട് അകന്നു നിൽക്കുന്ന ഈഴവ സമുദായം അടൂർ പ്രകാശിന്റെ സ്ഥാനാരോഹണത്തെ തുടർന്ന് കോൺഗ്രസിലേക്ക് വീണ്ടും അനുഭാവം പ്രകടിപ്പിക്കും, അല്ലെങ്കിൽ അനുഭാവം പുലർത്തും എന്ന് ഹൈക്കമാൻഡും AICCയും വിലയിരുത്തുന്നു. അടൂർ പ്രകാശ് ശക്തനായ നേതാവാണ്, കോൺഗ്രസിന് ഫണ്ട് നൽകുന്നതിൽ വിദഗ്ധനാണ്, ഇലക്ഷൻ മാനേജ്മെന്റിൽ വിദഗ്ധനാണ്. ഈഴവ സമുദായത്തിന്റെ വോട്ടുകൾ ഇപ്പോൾ BJPയിലേക്ക് ചോർന്നു പോവുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലൊക്കെ കണ്ടത് ഈഴവ സമുദായത്തിന്റെ വോട്ടുകൾ BJPയിലേക്ക് ചേക്കേറുന്ന അവസ്ഥയാണ്. ഈ സാഹചര്യത്തിൽ ഈഴവ സമുദായത്തെ കൂടെ കൂട്ടാനും, കേരളത്തിലെ ഏറ്റവും വലിയ സമുദായമാണ് ഈഴവ സമുദായം, അവരെ കൂടെ കൂട്ടാനും അവർക്ക് വേണ്ടി കോൺഗ്രസ് നിലകൊള്ളുന്നു എന്ന വിശ്വാസ്യത ഉണ്ടാക്കാനും അടൂർ പ്രകാശ് അനിവാര്യമാണെന്ന് ഹൈക്കമാൻഡും AICCയും കരുതുന്നു. അടൂർ പ്രകാശ് കഴിഞ്ഞു കഴിഞ്ഞാൽ, അടൂർ പ്രകാശിനെ മാറ്റി നിർത്തിയാൽ പിന്നെ അവർ പരിഗണിക്കുന്ന ഒരു പേര് ബെന്നി ബെഹന്നാന്റെ പേരാണ്. ബെന്നി ബെഹന്നാൻ സൗമ്യനാണ്, വീക്ഷണം പത്രത്തിന്റെ എല്ലാമാണ്, നല്ലൊരു ബിസിനസ് തന്ത്രജ്ഞൻ കൂടിയാണ്. ക്രിസ്ത്യൻ വോട്ടുകൾ BJPയിലേക്ക് ചോരുന്നത് തടയാൻ ബെന്നി ബെഹന്നാനിലൂടെ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു. പക്ഷേ അടൂർ പ്രകാശിന്റെ പേര് തന്നെയാണ് പ്രധാനമായും കേൾക്കുന്നത്. അടൂർ പ്രകാശ് കോൺഗ്രസ് അധ്യക്ഷനായി വന്നാൽ കോൺഗ്രസിന് നവ ഊർജം ലഭിക്കുമെന്ന് AICCയും ഹൈക്കമാൻഡും വിലയിരുത്തുമ്പോൾ സുധാകരന് ഇനി KPCC അധ്യക്ഷ സ്ഥാനത്ത് കടിച്ചു തൂങ്ങിയിരിക്കാൻ പറ്റില്ല. അടൂർ പ്രകാശിന്റെ VD സതീശനുമായുള്ള ബന്ധവും ശ്രദ്ധേയമാണ്. പ്രതിപക്ഷ നേതാവുമായി നല്ലൊരു ബന്ധം കാത്തുസൂക്ഷിക്കാൻ അടൂർ പ്രകാശിന് കഴിയും. അതുകൊണ്ട് തന്നെ അടൂർ പ്രകാശിനെ കോൺഗ്രസ് അധ്യക്ഷനാക്കുന്നതിൽ പ്രഥമ പരിഗണനയിൽ എടുത്തിരിക്കുന്നു ഹൈക്കമാൻഡ്.